ഗായ്സ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വീണ്ടും ഒരു വീക്കെൻഡ് ആയോട്ടോ. എത്ര പെട്ടെന്ന് നല്ല സമയമൊക്കെ പോകുന്നേ. മൺഡേ ആകുന്നതും ഫ്രൈഡേ ആകുന്നതും ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പം ഇന്ന് സാറ്റർഡേ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു ദിവസം കേട്ടോ. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആളുടെ ഹസ്ബൻഡും കൂടെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അതായത് ഒരു 1 year ആയി ഞങ്ങൾ കണ്ടിട്ട്. എന്താ അല്ലേ, നമ്മൾ താമസിക്കുന്ന ഭയങ്കര ക്ലോസാ, ഒരു 1 hour ട്രാവലൊക്കെ ഉള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ വിചാരിച്ചു ഈ വീക്കെൻഡ് എന്താണെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യണം എന്ന്. സോ അവർ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ടൈം, സോറി ആ ക്ലോക്ക് തെറ്റാ. ഇവിടെ ടൈം ഒരു 3:45 ഒക്കെ ആയി. അവരൊരു 6:30 ഒക്കെ ആകുമ്പോൾ വരും. അപ്പം ഞാൻ വിചാരിച്ചു സ്പെഷ്യൽ ആയിട്ടൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. സോ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്യായിട്ടിരിക്കുക. ഞാൻ ബിരിയാണിയിൽ എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെ കണ്ട ഈ യൂട്യൂബ് ചാനൽസിൻ്റെ റെസിപ്പീസ് ഒക്കെ നോക്കി ഞാൻ ഒരു മിക്സഡ് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഞാൻ അടുത്ത സെഷനോട് ഇടാൻ പോവാട്ടോ. സവാളൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു. ഇനി കുറച്ച് ഇഞ്ചി, പിന്നെന്താ മറ്റേ വെളുത്തുള്ളി, പച്ചമുളകും തക്കാളിയും ഒക്കെ അരിയാനുണ്ട്. ഈ 2 അതുകൂടെ അരിയാനുണ്ട് കേട്ടോ. പിന്നെ ഇത് അരി കുറച്ച് നേരം വെള്ളത്തിൽ ഇടാൻ വെച്ചേക്കുക. അടുത്ത സെഷനിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടു. ഇനി നമുക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് റൈസ് ബോയിൽ ചെയ്യണം. അത് പെട്ടെന്നാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള വഴറ്റാം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് ആവില്ല. ഞാൻ കുറേ നേരം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി ഒരു 1 o'clock ഒക്കെ ആയപ്പോൾ ഞാൻ ചിക്കൻ കട്ട് ചെയ്യാനും സവാള അരിയാനും, സവാള ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ എവിടേക്കൊക്കെയോ സമയം പോയി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നാണ്. ഇതപ്പം ഞാൻ ആദ്യം ഇഞ്ചി ഇടാൻ പോകാം. കടുക് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു. വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. പച്ചമുളക് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്ക് മസാല ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടി കേട്ടോ, വളരെ കുറച്ച് മല്ലിപ്പൊടി. കുരുമുളക് പൊടി. എനിക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞാൽ അറിയില്ല. കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മീറ്റ് മസാലയാണ്. ചിക്കൻ മസാല നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തീർന്നു പോയതുകൊണ്ട് ഞാൻ മീറ്റ് മസാല ആഡ് ചെയ്യുന്നത്. മീറ്റ് മസാല ആഡ് ചെയ്തു. ഞാൻ ഓൾറെഡി നേരത്തെ ആഡ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഫ്രണ്ട് ഓൾമോസ്റ്റ് എത്താറായെന്ന് എനിക്ക് തോന്നുന്നത്. അവൾക്ക് 4:45 എങ്ങാണ്ട് അവിടുന്ന് ട്രെയിന്. ഓൾമോസ്റ്റ് 1 hour ഉള്ളു ഇങ്ങോട്ടേക്ക്.
അപ്പം അപ്പോഴത്തേക്ക് എൻ്റെ ബിരിയാണി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നോക്കാം. ഒരു വർഷം കൂടെ ഇപ്പൊ ഒരു വർഷം കൂടെയാണ് ഇപ്പൊ കാണുന്നത്. കാത്തിരുന്ന അവസാന ദിവസം വന്നത് ഓഫും തിരക്കുകളും എല്ലാം. അങ്ങനെ ഇതേ നമ്മൾ അവരെ കണ്ടുമുട്ടി. ഒരു 1 ഇയറിന് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേ ഇവിടെ ഒരു ക്ലബ്ബിൽ വന്നേക്കുക കേട്ടോ. ലിവർപൂൾ സെൻട്രൽ തന്നെ ഉള്ളൊരു ക്ലബ്ബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിംസ് കളിക്കാം എന്നാണ് നമ്മുടെ ഒരു മെയിൻ എയിം. ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബോളിംഗ് ഉണ്ട്, ഓർ ഇങ്ങനത്തെ ബോർഡ് ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനും ആൽബി ഇത് 1-2 തവണ കളിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവർക്കത് റൂൾസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര രസമാട്ടോ ടീമായിട്ട് കളിക്കാൻ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം 4 പേരാണെങ്കിൽ 2 പേരുള്ള ടീമായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കണം. നമുക്കൊരു സ്ട്രൈക്കർ ഉണ്ടാവും. ആ സ്ട്രൈക്കർ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തള്ളി വിടണം. അപ്പം നമ്മുടെ ബോർഡിൽ 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മുടെ സ്ട്രൈക്കർ എവിടെ പോയി നിൽക്കുന്നോ ആ സ്ഥലത്തെ പോയിന്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇത് ആക്ച്വലി കുറച്ച് ട്രിക്കിയാണ്. കാരണം ബോർഡ് കുറച്ച് സ്ലിപ്പറി ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത് പോയി നിൽക്കില്ല. നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കിക്കേ, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് എവിടെയാണ് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 3 നിന്നു. അപ്പം നമുക്ക് 3 പോയിന്റ്സ്, സോറി ഓപ്പോസിറ്റ് സൈഡിലുള്ള ടീമിന് 3 പോയിന്റ്സ് കിട്ടും. അങ്ങനെ അവിടെ കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു പബ്ബിൽ പോയി കേട്ടോ. അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തു. കുറേ നല്ല സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു മോക്ടെയിലൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇതൊക്കെ ഭയങ്കര ലേറ്റായി. ഇപ്പോൾ 9 മണിയായ സമയം. ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ ഒരു 3 മണി, 2:30-3 മണിയൊക്കെ ആയി. എൻ്റെ ഫ്രണ്ട് ആളുടെ ഹസ്ബൻഡ് വന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവരെ സ്റ്റേഷനിൽ ഇപ്പോൾ പിക്ക് ചെയ്തു. ആ വഴി നമ്മൾ ലിവർപൂളിൽ പോയി. പിന്നെ കുറച്ച് എന്താ പറയുക, ഫുഡ് കഴിക്കാൻ പോയി, ഒരു ബോളിങ്ങിനൊക്കെ പോയി. പിന്നെ അതുപോലെ തന്നെ അവിടെ പബ്ബിൽ കുറച്ച് നേരം കയറി. അങ്ങനെയൊക്കെ ലേറ്റായി വന്നിട്ട് പിന്നെയും കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നപ്പോൾ 2:30-3 മണിയൊക്കെ ആയി. അതുകൊണ്ട് ഇതിനൊക്കെ നല്ല ലേറ്റായി. അപ്പം ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ ഓൾറെഡി വന്നപ്പോൾ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചിക്കൻ ഓൾറെഡി ഫ്രീസറിലായതുകൊണ്ട് ഫ്രീസ് കളയാൻ വേണ്ടി വെച്ചേക്കുക. അതാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കുറച്ച് പ്ലാൻസൊക്കെ. ഇന്ന് വേറെ എവിടെ പോകുന്നൊന്നും ഉണ്ടാവില്ല, ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനായിരിക്കും പരിപാടി. ചപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊങ്ങി പുറത്തൊക്കെ ചാടി. എനിക്കറിയാം പുറത്ത് ചാടുന്നതുകൊണ്ട് ഞാനൊരു പാത്രം അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇവിടെ ഞാൻ ഫ്രീസ് കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് പോട്ടോടെ എനിക്ക് വളർന്നപ്പോൾ കൊണ്ടു തന്ന കേട്ടോ. ഇത് മരിക്ക് നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. കുറച്ച് വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കണം എന്ന് തോന്നുന്നു. അധികം വെയിലല്ല, കുറച്ച് കട്ട്ലറ്റൊക്കെ വരുന്ന പോലെ. പിന്നെ എനിക്ക് കൊണ്ടു തന്നത് ഈ പാക്കറ്റ് ചോക്ലേറ്റ്. പിന്നെ കുറച്ച് മഫിൻസ് ഉണ്ട്. കുറച്ച് ഞങ്ങൾ ഇന്നലെ കഴിച്ചു. അത്രയാണ്. രാവിലെ നല്ല വെയിലുണ്ട്, അധികം ചൂടൊന്നുമില്ല, പക്ഷെ നല്ല ക്ലൈമറ്റാണ്. ഈ വീക്കിലാണ് ഏറ്റവും നല്ല ക്ലൈമറ്റ്. ഓഗസ്റ്റിലെ സമ്മറിലെ ഏറ്റവും നല്ല വീക്ക് എന്ന് പറയാം. 29, 30, 31 വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൂ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഏകദേശം ഉച്ചയ്ക്കായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ, കാരണം എല്ലാവരും എണീറ്റ് വന്ന് സെറ്റാവാൻ വേണ്ടി ആ സമയം എടുത്തു. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല, എണ്ണ ഒഴിച്ചു. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. പിന്നെ അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, മറ്റേ സ്റ്റാർ പോലത്തെ സാധനം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തു. ബ്രൗൺ കളർ ആവുന്നതിന് വരെ സോട്ട് ചെയ്തു.
ഏകദേശം അത് കുക്കായി കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോയും ആഡ് ചെയ്തു കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെല്ലാം സെറ്റായി കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്തു, മസാല പൗഡേഴ്സ്. മസാല പൗഡറിൽ മെയിനായിട്ടും പെപ്പർ പൗഡറാണ് കൂടുതൽ ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതെല്ലാം കൂടെ കുറച്ച് സോട്ട് ചെയ്ത് കുറച്ച് കുക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് സെക്കൻഡ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തു. അതിൽ കിടന്നൊരു 5 മിനിറ്റ്സോളം വെന്തിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാൻ നേരത്തെ കഴുകി സ്ട്രെയിൻ ചെയ്യാൻ വെച്ചായിരുന്നു. ചിക്കനും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാം, അതായത് ഉപ്പും പെപ്പർ പൗഡറും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്കത് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഹാഫ് വേ കുക്കായി കേട്ടോ. ഫുൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റും ഫസ്റ്റ് തേങ്ങാപ്പാലോട് ആഡ് ചെയ്തു. അപ്പോൾ നല്ല തിക്കായി. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്തു. നമ്മുടെ കറി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാം. ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ, നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ എല്ലാവരും മറന്നുപോയി. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ യൂണോ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവർ യൂണോ കാർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അതൊക്കെ കളിച്ചിരുന്നു. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.